നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ക്ഷേത്രത്തിൽ പോയി തൊഴുത് വീട്ടിലേക്ക് പോരുവാണ് അലീനയും രോഹിത്തും കൂടെ. അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ രോഹിത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിന്റെ ഭാരം വല്ലാതെ കുറഞ്ഞതുപോലെ ഒരു തോന്നലുണ്ടായി. അങ്ങനെ നടക്കുന്ന സമയത്ത് അലീന ചോദിച്ചു, ഇപ്പൊ പേടി തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. ഇല്ല, അലീനേച്ചി എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടി തോന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് 1-2 പേരെല്ലാം നടന്നു പോവാണ്. ഇതവനല്ലേടാ, ഇത് മറ്റവനല്ലേ, ആ പീഡന കേസിലെ പ്രതിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും രോഹിത്തിന് മുഖം മാറി ഇങ്ങോട്ട്. ആ സമയം അലീന കയ്യിലേക്ക് പിടിച്ചു. പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ രോഹിത്തിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അലീനയ്ക്ക് മനസ്സിലായി നല്ല ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് അവർ വീണ്ടും ഓരോന്ന് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുവാണ്. നടന്നു വരുന്ന സമയത്ത് 1-2 പേരെ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട്. അലീന ഒട്ടും മടിച്ചില്ല. രോഹിത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവന്മാരെടുത്തിട്ട് കുടയുന്നുണ്ട്. കാരണം അലീനയ്ക്കറിയാൻ രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം. പിന്നെ അലീനയ്ക്ക് ധൈര്യമായിട്ട് പറയുകയും ചെയ്യാലോ. അപ്പം ബാലേന്ദ്രന്റെ പൈസയുടെ പുറത്താണ് രോഹിത്ത് രക്ഷപ്പെട്ടെന്നൊക്കെയായിരുന്നു അവരുടെ ഭാഷ്യം. പക്ഷേങ്കിൽ അലീന അവരോട് നല്ല നാളണം പറയുന്നുണ്ട്. രോഹിത്ത് പോലും ശരിക്കും ഞെട്ടിപ്പോയി. പിന്നീട് അലീന വരാനും പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോരുക. രോഹിത്തിന് ശരിക്കും തോന്നി, ഒരു പക്ഷെ അലീനേച്ചി ഇല്ലായിരുന്നെങ്കിൽ താൻ ഇപ്പോഴും ജയിലിൽ കിടക്കേണ്ട വന്നേനം. അല്ലെങ്കിൽ വീട്ടിൽ വന്നാലും തനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. ഇന്നിപ്പം തനിക്ക് സംരക്ഷണ വലയം ഒരുക്കിയിരിക്കുകയാണ് ചേച്ചി. താനല്ലെങ്കിൽ ആ അടച്ചിട്ട മുറിക്കകത്ത് തന്നെ എപ്പോഴും ഇരിക്കേണ്ടതായിട്ട് വന്നേനം. അലീനേച്ചി കൂടെയുള്ളപ്പോൾ ഒരു ധൈര്യമുള്ള പോലെ രോഹിത്തിന് തോന്നുകയാണ്. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. കുറേ ദിവസത്തിന് ശേഷമായിരുന്നു രോഹിത്ത് ഇങ്ങനെ പുറത്തിറങ്ങി കാഴ്ചകൾ ഒക്കെ കാണുന്ന പോലും. വീടിനകത്ത് അടച്ചിട്ടൊരു മുറിക്കകത്തായിരുന്നു. കുറേ നാൾ ജയിലിലും ആയിരുന്നല്ലോ. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വൈജ അവിടെ ഉണ്ടായിരുന്നു. വൈജ കണ്ട് വരുന്ന വരവ് വൈജയ്ക്ക് ഒട്ടും അങ്ങോട്ട് സൂചിച്ചില്ല. വൈജ രോഹിത്തിനോട് ചോദിച്ചു, ഇത് എവിടെ പോയതാന്ന് ചോദിച്ചു. ക്ഷേത്രത്തിൽ പോയത്. ക്ഷേത്രത്തിലോ? അതിന് നീ ക്ഷേത്രത്തിലൊന്നും പോവാറില്ലല്ലോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതിനിപ്പോ എന്താ മേഡം, ക്ഷേത്രത്തിൽ പോയത് എന്താ ഓർത്ത്? ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോയതല്ലേ. ക്ഷേത്രത്തിൽ പോയാൽ എന്താന്ന് ചോദിച്ചു. എനിക്കറിയാടി, നീ എന്റെ മോന്റെ മനസ്സ് മാറ്റാനായിട്ട് എന്തൊക്കെയോ കൈവശം കൊടുത്ത് അവനെ കൂട്ടിക്കൊണ്ട് പോയതാ, സത്യമല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അലീന പറഞ്ഞു, അങ്ങനെയാ മാഡത്തിന് തോന്നുന്നെങ്കിൽ എനിക്ക് പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അമ്മ എന്താ അമ്മ പറയണേന്ന് ചോദിച്ചു. വെറുതെ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. അലീന ചേച്ചി എനിക്ക് ഒരു കൈവേഷം തന്നിട്ടില്ലെന്ന് പറഞ്ഞു. അവന്റെ ഒരു അലീന ചേച്ചി വന്നിരിക്കുന്നു. ഞാൻ പറയണില്ല. വൈജയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. രോഹിത്തിനെയും കൂടെ അലീന കയ്യിലെടുത്തു എന്നൊരു ചിന്തയായിരുന്നു വൈജയുടെ മനസ്സിൽ. എല്ലാം തന്റെ കൈവിട്ട് പോകുവാണല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്നൊരു ചിന്ത. ഈ സമയത്ത് സൗദാമിനി മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കുക, ദൈവമേ, അപ്പൊ ഇത്രയും കാലം ബാലേന്ദ്രന്റെ മോളാന്നും പറഞ്ഞിരുന്നത് വൈജയുടെ മോളായിരുന്നോ? അപ്പൊ അവള് തന്റെ മകളുടെ കുഞ്ഞായിരുന്നോ? എന്നിട്ട് താനത് തിരിച്ചറിഞ്ഞില്ലല്ലോ. ഒരുപക്ഷെ അതുകൊണ്ടാണോ കുഞ്ഞിരാമേട്ടന് അവളെ കൂട്ടിക്കൊണ്ട് വന്നത്? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഈ കുടുംബത്തിൽ ജീവിക്കേണ്ടവളായതുകൊണ്ടായിരിക്കും. ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മനു മുറിയിലേക്ക് വന്നു. മനു വന്നു കഴിഞ്ഞപ്പോൾ സൗദാമിനി മുത്തശ്ശി മനുവിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും മനു പറഞ്ഞു, മുത്തശ്ശിക്ക് എന്ത് തോന്നുന്നു ചോദിച്ചു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്നാലും നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ മനു, നീ എന്താടാ എന്നോട് പറയാതിരുന്നേ? മുത്തശ്ശി, ഞാൻ അപ്പോഴേ മുത്തശ്ശിയോട് പറഞ്ഞില്ലേ അലീന നല്ല കുട്ടിയാന്ന് പറഞ്ഞില്ലേ? മുത്തശ്ശി എന്നോട് എന്താ പറഞ്ഞത്? അവള് ഒരു അനാഥയല്ലേ, പിന്നെ അവസാനമല്ലേ ബാലേന്ദ്രനങ്ങളുടെ മോളാന്നൊക്കെ മുത്തശ്ശി അറിഞ്ഞേ. പക്ഷെ ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞ എന്താന്നാ, ഞാനുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും മുത്തശ്ശി പറഞ്ഞത് എവിടെയോ കിടന്ന് ഏതോ ഒരു സ്ത്രീക്ക് വഴി പഴിച്ചുണ്ടായതല്ലേന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എടാ മനു, എനിക്കതൊന്നും അറിയത്തില്ലാത്തോണ്ടല്ലേ നീ പോലും എന്നോട് ഇത് പറഞ്ഞില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും മനു പറഞ്ഞു, ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങൾ അറിയാവുന്ന അവിടെ ബാലേന്ദ്രനങ്ങളും അതുപോലെ തന്നെ കൃഷ്ണമോൾക്കും ഒക്കെയാ. പക്ഷെ ആന്റിക്ക് ഈ കാര്യങ്ങൾ അറിയില്ല, ബാക്കി ആർക്കും അറിയത്തില്ല. ഇവിടെ അച്ഛനും എനിക്കുമൊക്കെ ഈ കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അവളെ അച്ഛനൊക്കെ അംഗീകരിക്കുകയോ ചെയ്ത് എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സൗദാമിനി മുത്തശ്ശി ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലല്ലോ അത്. മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഒടുവിൽ മനു ആശ്വസിപ്പിക്കുന്നുണ്ട്, മുത്തശ്ശി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. തൽക്കാലത്തേക്ക് മുത്തശ്ശി ഇത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറയണം.
ഇതേ സമയത്ത് ഊർമിള നായർ ത്യാഗ ഫയലിലേക്ക് ചെല്ലുന്നുണ്ട് അവരുടെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട്. അപ്പൊ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതുമായിട്ട് സംബന്ധിച്ച്. അപ്പൊ അവർക്ക് കുഞ്ഞുങ്ങളില്ല, കുറെ വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ അവർക്കൊരു കുഞ്ഞിനെ വേണം. അപ്പൊ സിസ്റ്റർ ചെല്ലാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്ററെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇതെന്റെ ഭർത്താവ്. പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്റർക്ക് മനസ്സിലായിക്കാണോ ഊർമിള നായർ? ആ മനസ്സിലായെന്നൊക്കെ പറഞ്ഞു. പിന്നീട് കുറെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു ദത്തെടുക്കാനായിട്ട്. അപ്പൊ അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ പ്രൊസീജിയേഴ്സും അനുസരിച്ച് വേണമല്ലോ ദത്തെടുക്കാനായിട്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ ചോദിച്ചു, അല്ല നിങ്ങൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ദത്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഊർമിള പറഞ്ഞു, അല്ല അത് പിന്നെ സിസ്റ്ററെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിന്നുമോൾ അങ്ങോട്ടേക്ക് വരുന്നേ. ചിന്നുമോള് സിസ്റ്റർ അടുത്തേക്ക് ഇങ്ങനെ വന്ന് സിസ്റ്ററുടെ കയ്യെ പിടിക്കുവാണ്. കയ്യെ പിടിച്ചിട്ട് കൊഞ്ചിക്കൊഴഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഊർമിള ഇങ്ങനെ നോക്കി, കൊള്ളാൻ നല്ല ഭംഗിയുണ്ട്. പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ചിന്നുമോൾ അങ്ങോട്ടേക്ക് പോയി. ചിന്നുമോള് പോയി കഴിഞ്ഞപ്പോഴത്തേനും ചിന്നുമോളെ കുറിച്ച് ചോദിക്കുന്നൊരു സിസ്റ്ററോട്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിന്നുമോളെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് സിസ്റ്ററോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ മോളെ ഞങ്ങൾക്ക് ദത്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സിസ്റ്റർ പറഞ്ഞു, അതെ അവളെ ഇവിടെ കൊണ്ടേ ആക്കിയിരിക്കുന്ന 2 പെൺകുട്ടികളാണ്. നേരത്തെ അവള് സ്നേഹനികേതനത്തിലായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയതാ. അവരോടും കൂടെ ഞങ്ങൾക്കൊന്ന് പറയണമെന്ന് പറഞ്ഞു. പിന്നീട് ഊർമിള പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, സിസ്റ്റർ അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക, ഞങ്ങൾക്ക് അവളെ ദത്തെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവര് പോവുകയാണ്. പിന്നീട് സിസ്റ്റർ വിളിച്ചിട്ട് രേവതിക്കുട്ടിയോട് ചിന്നുമോളെ ഒരാളെ ദത്തെടുക്കാൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. രേവതിക്കുട്ടിക്ക് സന്തോഷം തോന്നി, ചിന്നുമോളെ നല്ലൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ. പക്ഷെ അതോടൊപ്പം തന്നെ സങ്കടം ഉണ്ടായിരുന്നു. ചിന്നുമോളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചിന്നുമോളെ കാണാൻ പറ്റുമോ? ത്യാഗഭവനിലാണെങ്കിൽ എപ്പോൾ വേണം പോയി കാണാം. പക്ഷെ അങ്ങനെ ദത്തെടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് എപ്പോഴും ചെല്ലാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. കാരണം ചിന്നുമോളെ ഏറ്റവും കൂടുതൽ നോക്കി വളർത്തിയ ആള് രേവതിക്കുട്ടിയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളും രേവതിക്കുട്ടിക്കുണ്ടായിരുന്നു. ഈ സമയത്ത് അലീന എല്ലാവർക്കും ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കാനായിട്ട് വിളിക്കണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, അല്ല രോഹി വന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചോണ്ട് വരാച്ചാന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങോട്ട് കയറിപ്പോയി രോഹിത്തിനെ കഴിക്കാൻ വിളിച്ചു. രോഹിത്ത് പറഞ്ഞു, അതെ ഞാൻ പിന്നെ വന്നോളാന്ന് പറഞ്ഞു. അതെ അച്ഛൻ വിളിക്കുന്നുണ്ട്, ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ രോഹിത്ത് താഴേക്ക് ഇറങ്ങി വരുവാണ്. രോഹിത്ത് അവിടെ വന്നിരിക്കുവാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ രോഹിത്തിനെ നോക്കി. മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്ത് വന്നിരിക്കില്ലായിരുന്നു. കുറെ ദിവസങ്ങളായിട്ട് മുറിയിലേക്ക് ആഹാരം കൊണ്ട് കൊടുക്കണമായിരുന്നു. അപ്പോഴേക്കും അലീന ആഹാരം എടുത്ത് രോഹിത്തിനും എല്ലാവർക്കും കൊടുക്കുവാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, മോളെന്തിനാ നിൽക്കണേ, മോളും കൂടി ഇരിക്കാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, സാരമില്ല അച്ഛാ, ഞാൻ പിന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു. ആ സമയം രോഹിത്ത് പറഞ്ഞു, ചേച്ചി ഇരിക്കുക, ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാരും കൂടി കൃഷ്ണമോളും ബബിതൻ രോഹിത്തും എല്ലാവരും കൂടി സന്തോഷത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. വൈജയെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണമോള് പോയി. പക്ഷെ വൈജയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ വൈജയുടെ അകത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു ഈ കാഴ്ചകളൊക്കെ. വൈജയ്ക്ക് ഒട്ടും സഹിച്ചില്ല. എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രോഹിത്തിന് പതുക്കെ മാറ്റം ഉണ്ടായിരുന്നു. ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കൃഷ്ണമോളും ബബിത എല്ലാവരും കൂടെ ചേർന്ന് അതും കൂടി മാറ്റുകയാണ്. പഴയതുപടി തന്നെ എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് ആഹാരമൊക്കെ കഴിക്കുന്നത്. വൈജയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. വൈജയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. തന്നെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇപ്പം അച്ഛനും മക്കളും എല്ലാം ഒറ്റക്കെട്ടായി. ഇത്രയും കാലം താന് അവരുടെ കൂടെ വന്ന അമ്മയെന്നും പറഞ്ഞ് വെറുതെ ആയിപ്പോയി. ഇപ്പൊ കണ്ടില്ലേ, എവിടെയോ കിടന്ന് ഏതോ ഒരുത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവളാണ് അവർക്ക് വലുത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സറിയും. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് കൃഷ്ണമോൾ ഇന്ന് രോഹിത്തിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്, രോഹിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും രോഹിച്ച് എന്താ? ആ സമയം കൃഷ്ണമോൾ പറഞ്ഞു, ശരിക്കും ഇങ്ങനത്തെ ഒരു രോഹിത്തേണ്ണയൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? കുറെ കാലങ്ങളായിട്ട് രോഹിത്തേണ്ണ നല്ല മാറ്റമായിരുന്നല്ലോ. നേരെ ചൊവ്വെന്ന് സംസാരിക്കത്ത് പോലും ഇല്ലായിരുന്നു. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹരിയേട്ടനുമായിട്ടുള്ള കൂട്ടായിരുന്നു എല്ലാത്തിനും കാരണം. അപ്പോഴേക്കും രോഹിത്ത് കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചു. അത് കണ്ടുകൊണ്ടാണ് ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. ബാലേന്ദ്രൻ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം തന്റെ മക്കള് ഇങ്ങനെ സ്നേഹത്തോടെ കഴിയുന്ന കാണാനായിട്ട് കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ്, അതും അലീന വന്നതിന് ശേഷം, അവളാണ് എല്ലാത്തിനും കാരണം. മക്കളെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവൾക്ക് സാധിക്കുന്നുണ്ട്. അവളില്ലായിരുന്നെങ്കിൽ ഈ കുടുംബം ഇങ്ങനെ ഒരിക്കലും മുന്നോട്ട് പോകില്ലായിരുന്നു. ബാലേന്ദ്രൻ അറിയാം. ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണെങ്കിലും കുടുംബം തകർന്നു തരിപ്പണമായി പോയന. അങ്ങനെ ബാലേന്ദ്രൻ അലീനയെ വിളിച്ചു. അലീനയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മാറിപ്പോയിട്ട് ബാലേന്ദ്രൻ അലീനയുടെ മുൻപിൽ കൈകൂപ്പി തൊഴുവാണ്. പെട്ടെന്ന്
അലീന ചോദിച്ചു എന്താ അച്ഛാ എന്താന്ന് ചോദിച്ചു. മോളെ നീ കാരണമാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നു പ്രതീക്ഷിച്ചില്ല. എന്താ അച്ഛാ എൻ്റെ മക്കളും 3 പേര് സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചിരിക്കുന്നത്. രോഹിത്തിന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കാരണം കൊണ്ടാണ്. നീ ഒറ്റ ഒരാളെ വിചാരിച്ചിട്ട് മാത്രമാണ്, അല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തിനും ബാലേന്ദ്രന്റെ കണ്ണ് നിറഞ്ഞു വന്നു. അപ്പോഴേക്കും അലീന പറഞ്ഞു എന്താ അച്ഛാ അത്? എൻ്റെ സഹോദരനല്ലേ രോഹിത്ത്, പിന്നെ എൻ്റെ സഹോദരിമാരല്ലേ ബാക്കി 2 പേരും. അപ്പൊ അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാണെന്നല്ലേ ഞാൻ ആഗ്രഹിക്കത്തുള്ളൂ. അവരെ കുഴിയിലേക്ക് തള്ളിവിടാനായിട്ട് ഞാൻ ഒരിക്കലെങ്കിലും ആഗ്രഹിക്കുമെന്ന് ചോദിച്ചു. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഒരിക്കലും ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. ആദ്യം നീ ഇവിടെ വന്ന സമയത്ത് എനിക്ക് കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇത്ര ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കറിയാം നീയാണ് ഈ കുടുംബത്തിന്റെ എല്ലാം. ഒരു പക്ഷേങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനില്ലെങ്കിൽ പോലും നിനക്ക് ഈ കുടുംബത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു അങ്ങനെയൊന്നും പറയരുതച്ചാ, ദേ വെറുതെ ആണെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് മനുഷ്യങ്കർ ഒരു കാര്യം തീരുമാനിച്ചു, അലീനയോടൊന്ന് സംസാരിച്ചു നോക്കാം. ഒന്നുകൂടെ വേണമെങ്കിൽ ഒരു പക്ഷെ ശരണ്യയോട് സംസാരിക്കാനായിട്ട് പോക്സോ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഒഴിവാക്കണം ഹരിയെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവള് സംസാരിക്കുമെന്ന് അറിയത്തില്ല. എങ്കിലും ഒരു പക്ഷേങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ അവളുടെ മുന്നിൽ പോയി അവതരിപ്പിക്കുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. അതിന്റെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ മനുവിനുണ്ടായിരുന്നു. എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാന്ന് മനു വിചാരിച്ച് കളിപ്പാട്ടർക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ എന്താണെങ്കിലും ചിന്നുമോളെ ഊർമിള നായർ ദത്തെടുത്തോണ്ട് പോകും. പക്ഷേങ്കിൽ അവസാനമായിരിക്കും ചിന്നുമോള് അന്വേഷിച്ച് പിടിച്ച് വരുമ്പോഴത്തേനും അത് ജിജോയുടെ കുട്ടിയാന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. പിന്നെ ചിന്നുമോളെ സ്വന്തമാക്കാനുള്ള തന്ത്രപ്പാടിലായിരിക്കും ഗ്രേസമ്മയും മാമച്ചനൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.